അപ്പോ നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് പീക്ക് ടൈമിലാണ് ഇപ്പൊ നമ്മളുള്ളത് അല്ലെ? അതെ, കറക്റ്റ് നട്ടുച്ച. നട്ടുച്ചയാണ്. കലോത്സവത്തിന് വെയിലിന്റെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ബാധിക്കുന്നില്ല. കലോത്സവം കാണാനും ആസ്വദിക്കാനുമായി ഒട്ടനവധി ആളുകളാണ് അല്ലെ എത്തുന്നത്. ഇഷ്ടം പോലെ ഫാമിലി ഓഡിയൻസ് ഇഷ്ടം പോലെ വന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ട് മലബാറിന്റെ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒപ്പനയാണ് അരങ്ങേറുന്നത്. അതെ, UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയൊക്കെ അരങ്ങേറുമ്പോൾ നമ്മളിപ്പോ ഉള്ളത് പ്രധാനമായും ഒന്നാമത്തെ വേദിക്ക് സമീപത്താണ് അല്ലെ? ഒന്നാമത്തെ വേദിക്ക് വേദി വജ്രം ഇപ്പോ ഉച്ചയൂണിന് വേണ്ടി അവധി കൊടുത്തിരിക്കുകയാണ്. അതാ ജനങ്ങള് തടിച്ചുകൂടിയിരിക്കുകയാണ്. ജനങ്ങൾ ഇതാക്കണ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ്. കലോത്സവം കാണാനും കണ്ടു മടങ്ങുന്നവരൊക്കെ ഉണ്ട് അല്ലെ? കാണാൻ തീർച്ചയായിട്ടും കുട്ടികളെയും കൊണ്ടുവന്നിട്ട് ഈ വെയിലത്ത് കുട്ടികളെയും കൊണ്ടുവന്നിട്ട് പിന്നെ പന്തലിൽ കയറിയിട്ട് പിന്നെ അവിടെ ഇറങ്ങാതെ അതിന് പോയാലോ എന്നുള്ള കാരണം ആരും ഇറങ്ങിയിട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ. വെള്ളം ഈ കുറിക്കാനുള്ള കടലൊക്കെ വാങ്ങി ആളുകൾ ഉള്ളിലേക്ക് കയറിയിരിക്കാതെ തോന്നുന്നു. ഏതായാലും നല്ലൊരു ഇന്ന് കലോത്സവത്തിന്റെ പീക്കാണ്. ചുങ്കത്രയുടെ ഉത്സവത്തിന്റെ പീക്കാണ്. ചുങ്കത്രയിലെ നാട്ടുകാരും ഗ്രാമപ്രദേശം ഉള്ളിലുള്ള ആളുകൾ വരെ ഇന്ന് ഇവിടെ ഒന്നാം വേദിയിൽ സജീവമായിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഉണ്ട്. കാരണം എത്തിയതാ ഒഴുകാണ് ജനത, ഒഴുകാണ്. പിന്നെ നമ്മുടെ മണവാട്ടിമാരും തോഴിമാരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങുന്ന കാഴ്ച കാണുന്നുണ്ട്. കാരണം ഇന്ന് ഇംഗ്ലീഷ് സ്കിറ്റിന് ശേഷമാണ് ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന നടക്കുന്നത്. അതുകൊണ്ട് ഏറെ വൈകിയായിരിക്കും മത്സരങ്ങൾ അവസാനിക്കുക. പക്ഷെ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഈ 5 ദിവസത്തിന്റെ പരിസമാപ്തിയാണ് ഇന്ന്. അതുകൊണ്ട് ഇന്നാണ് ആ ദിനം. ഇന്നാണ് ഏത് ദിനം? ഇന്നാണ് ആരാണ് വിജയി എന്ന് അറിയുന്നതിനാണ്. ഓവറോൾ പട്ടം ആര് കൊണ്ടുപോകും എന്നുള്ള ദിനം അറിയുന്ന ദിവസമാണ് ഇന്ന്. പക്ഷേ ആരായിരിക്കും അത് കൊണ്ടുപോവാ? ആര് നോക്കും? പറയാൻ പറ്റുന്നതല്ല. പോയിന്റുകൾ 1-2 പോയിന്റുകൾ. പക്ഷേ UP വിഭാഗം സംസ്കൃതം അറബിക് വിഭാഗത്തിന്റെ ഓവറോൾ ഒക്കെ വന്നു കഴിഞ്ഞു. പക്ഷെ ഇനി വരേണ്ടത് ജനറൽ വിഭാഗം ഓവറോൾ ഒക്കെയാണ്. LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ ഉണ്ട്. ഇത്തവണ ഓവറോൾ ആര് നോക്കും എന്നുള്ള കാര്യത്തിൽ വാശിയേറിയ പോരാട്ടമൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ പോയിന്റ് നമ്മൾ ഇപ്പൊ അനൗൺസ് ചെയ്യണ്ട, മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒപ്പനയിലെ വേദിയിൽ ഇങ്ങനെ തോഴിമാരും മൊഞ്ചത്തിമാരൊക്കെ ഇങ്ങനെ നിറഞ്ഞാടുമ്പോൾ പോയിന്റുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വേദി 1-ന് സമീപം തന്നെയാണ് നമ്മളുള്ളത്. അപ്പോ ഇന്ന് വൈകിട്ട് നേരത്തെ തന്നെ സമാപന പരിപാടികൾ 7 മണിയോടുകൂടി ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോ അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഏകദേശം ഒരു 8 മണിക്ക് മുമ്പ് കപ്പും കൊണ്ട് പോകാം. അതിനു വേണ്ടിയുള്ള സംഘാടകരാണ് ഒരുക്കിയിട്ടുള്ളത് അല്ലെ? അപ്പൊ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിക്കാരൊക്കെ ആരെങ്കിലുണ്ടോ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കായിരുന്നു. HM ഉണ്ടായിരുന്നു, അദ്ദേഹം പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു ഇവിടെ. ഓരോ ഡ്യൂട്ടിയിലാണ്. ഏതായാലും നല്ല വെയില്, നല്ല കത്തുന്ന സൂര്യൻ തലയ്ക്കുമീതെ നിന്നുകൊണ്ട് ഇങ്ങനെ സൂര്യനേക്ക് തോന്നുന്നു ഈ കലോത്സവം കണ്ട് കരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഏതായാലും ഓക്കെ, കുറെ ആളുകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ചോദിച്ചു നോക്കിയാലോ? കുറെ പയ്യന്മാര് വരുന്നു. കലോത്സവം കാണാമെന്നാണോ അതോ ഇവിടുത്തെ നഗരി കാണാമെന്നാണോ പരിപാടി കാണാമെന്ന്? എന്താണ്? എല്ലാം കാണാമെന്നാണ്. എല്ലാം കണ്ടോ? പിന്നെ അവിടെ പരിപാടിയാണ് തന്നെയായിരുന്നു. ആണ്. ഓക്കെ, വൈബാണോ? വൈബ് പരിപാടിയാ? പോടാ പരിപാടി കണ്ടു പോണോ? ഫുഡ് കഴിക്കാൻ പോണ്. സ്കൂളിൽ ചേർത്താ പരിപാടി ഉണ്ടായിരുന്നു അവിടെ? പരിപാടി കാണാൻ വേണ്ടി. എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിപാടി? വൈബുണ്ടോ? തെറ്റാണ്. ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് കണ്ടിട്ട് മടങ്ങി വരും. സ്കൂൾ ഓവറോൾ കൊണ്ടുപോകണം. നമുക്ക് വൈകുന്നേരം 7 മണിയോട് അറിയാം. അപ്പൊ ഇവിടുത്തെ കാണണം കേട്ടോ. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇതവിടെ കുറെ താത്തമാരൊക്കെ. ഹായ്, താത്തമാര് പോയി കുട്ടികളോട് ചോദിക്കാം. കലോത്സവം കണ്ട എങ്ങനെയുണ്ട്? സെറ്റാണ്. പരിപാടിയൊക്കെ കുട്ടികളെ ഗംഭീരമുണ്ട് അല്ലേ? ഓക്കെ, ഷെയറാണ്. ഇവിടെ ഈ വേദി 1-ന് മുന്നിൽ വജ്രത്തിന് മുന്നിലാണ് ഞങ്ങളുള്ളത്. വജ്രത്തിന് മുന്നിൽ അടിച്ചുകൂടിയിരിക്കണം. പക്ഷെ മത്സരങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം ഇവിടെ ലഞ്ച് ബ്രേക്ക് സീറ്റ് പോകും എന്നുള്ള ധാരണയിൽ പോകാത്ത ആരും കുറെ ആൾക്കാർ ഇവിടെ തന്നെ വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കാ തോന്നുന്നില്ലേ? ഭക്ഷണം അതാ ഹരിതകർമ്മസേന. ഹലോ, എന്താണ് ആളുകള്? നിങ്ങൾ പരിപാടിയൊക്കെ കണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. കാണാൻ വേണ്ടി കത്തിരിക്കും. ഒക്കെ ഭക്ഷണത്തിന് പോയി കാണാൻ വേണ്ടി വന്നിരുന്നു. ഹരിതകർമ്മസേനത്തെ അംഗങ്ങളാണ്. അപ്പൊ ഇവിടെ നിന്ന് വേസ്റ്റ് ഒക്കെ പൊട്ടിപ്പോയി. നിങ്ങളാണ് ഇവിടെ ശുചീകരിക്കുന്ന ആൾക്കാരല്ലേ? ഇവിടെ നല്ല എല്ലായിടത്തും ഹരിതകർമ്മസേനയാണ്. ഭൂമിയുടെ കാവലാളാണ് അല്ലേ? കേരളം സുന്ദരമാക്കുന്നത് നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങളാണ്. ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ പ്രത്യേകിച്ച് പറയട്ടെ, ഇവിടുത്തെ എല്ലാവർക്കും അറിയാം.
ഇവിടെ ചുങ്കത്രയിലെ ആൾക്കാരൊക്കെ നിങ്ങൾ സഹകരിക്കുന്നുണ്ടോ? സഹകരിക്കുന്നുണ്ട്. എല്ലാ വീടുകളിലൊക്കെ ചെന്ന് സഹകരിക്കാറുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. യൂസർ ഫീ ഒക്കെ തരാറുണ്ടോ? ഓക്കെ. സാധനം കഴിഞ്ഞ് പണിയില്ലാതിരിക്കാണ് ഇപ്പൊ ഞങ്ങൾ. അപ്പൊ മാലിന്യം എല്ലാം പാലനം കഴിഞ്ഞു. പഞ്ചായത്തിൽ ഇനി ഒന്നും ഒന്നുമില്ല. വാടക ഇവിടെ ആയിരുന്നു ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ 5 ദിവസം ഇവിടെ ഞങ്ങള് ഓക്കെ ശരി. ഇവിടെ ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ പോകുന്നു അല്ലേ? ഓക്കെ. നാളെ രാവിലെ. ഓക്കെ. ഇവിടെ കുറെ ഉമ്മമാരൊക്കെ ഇരിക്കുന്നു. ഉമ്മ ഒപ്പന കണ്ടോ? കാണാൻ വേണ്ടി ഇനി തുടർന്ന് കാണാൻ വേണ്ടി ഇരിക്കണല്ലേ? രാവിലെ ഒന്നോ? 10-11 മണി. അമ്മ എപ്പോഴൊക്കെ? ഞാൻ വന്നിട്ടേ ഉള്ളൂ. ഇതാ ഇവിടെ ഒരാൾ കേക്കൊക്കെ കഴിച്ചിരിക്കാണ്. ഭക്ഷണം കഴിക്കണില്ലേ? ചോറിനല്ലേ? ചോറിന് കസര പോകും. അതാ ഞാൻ പറഞ്ഞത്, ഭക്ഷണം കഴിക്കാൻ എണീറ്റ് സീറ്റ് പോകും. അതുകൊണ്ട് പ്രതീക്ഷിക്കേണ്ട ഭക്ഷണം കഴിച്ചിട്ട് വന്ന് ഒപ്പന കണ്ടോ? അതാണ് ഭക്ഷണം കഴിച്ചിട്ട് വന്നത്. കണ്ടോ? ഇല്ല, ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇയാളോ? കൂടുതലാണോ? കണ്ടു അടിപൊളി. ഓക്കെ. അവിടെ ഹായ് ഫാമിലി ആയിട്ട് ഇറങ്ങിയതാണ്. അതായത് കുട്ടികളെ പരിപാടി ഉണ്ടോ കാണാൻ വേണ്ടി വന്ന? കാണാൻ വേണ്ടി വന്ന്. എപ്പോഴാണ്? രാവിലെ ഇല്ല, വിശക്കണമൊന്നുമില്ല. നമ്മളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാത്തല്ല നമുക്ക് വേണ്ടത്. വിശപ്പുണ്ടാവില്ല, കാരണം അത്രയും അങ്ങനത്തെ പെർഫോമൻസ് സ്റ്റേജിൽ. ഭക്ഷണം കഴിക്കാൻ പോയതുകൊണ്ട് സ്റ്റേജ് പരിപാടിയൊക്കെ അടിപൊളിയാ. അടിപൊളിയാ. ഓ എന്താണ് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കി കണ്ടോ? എപ്പോ എത്തിയതാ? രാവിലെ വന്നു. ഒപ്പനയാണോ? അതെ. ഇവിടെ എണീറ്റിട്ടില്ല? ഇല്ല. ഇരുത്തം തന്നെ നീച്ചാൽ കസര കഴിക്കണ്ടേ? ഇല്ല, വിശക്കുന്നില്ല. കസേര പോയി. കടലൊക്കെ നിന്ന് വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കണല്ലേ വിശപ്പ് മാറ്റാൻ വേണ്ടി. പോപ്കോണൊക്കെ വാങ്ങി ഇതിങ്ങനെ ചേർത്തോളൂല്ലോ വെള്ളം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അമ്മ എപ്പോ വന്നതാണ്? എപ്പോ എത്തിയതാ? സംസാരിക്കില്ല, ഉറക്കെ പറയണം. എപ്പോ വന്നതാണ്? ഞാന് 2 ആഴ്ചയായി. ഇവിടെ എപ്പോ വന്നാണ്? ഇവിടെ ഇവിടെ രാവിലെ വന്നു. എങ്ങനെയുണ്ട് കുട്ടികളെ പരിപാടികൾ? പരിപാടി നല്ല. ഓക്കെ. ഇതവിടെ. ഹലോ, എന്താണ് പരിപാടിയൊക്കെ? എങ്ങനെയുണ്ട് കുട്ടികളെ? ഉഷാറാണ്. എപ്പോ വന്നതാ? 11 മണി. 11 മണിക്ക് വന്നതാ. ഭക്ഷണം കഴിച്ചോ? ഇല്ല, കഴിക്കാൻ പോണില്ലേ? മോളെ പരിപാടി 1:30 തുടങ്ങും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. ഓക്കെ. ഹലോ, എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ? നല്ല പരിപാടി. ഓക്കെ. അതാ ഇവിടെയൊക്കെ ഫ്രണ്ടിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടൊക്കെ ചോദിച്ചു നോക്കാം. ഹലോ ഉമ്മ, പരിപാടിയൊക്കെ എങ്ങനെയുണ്ട് കുട്ടികളെ? കുഴപ്പമൊന്നുമില്ല. നല്ല പരിപാടി. എപ്പോഴാ വന്നത്? 10 മണിക്ക്. 10 മണിക്ക് വന്നു. ഇപ്പൊ വന്നിട്ടുള്ളൂ. നല്ല പരിപാടി. നല്ല പരിപാടിയാണ് മക്കളെ. എപ്പോഴാ വന്നത്? 1 മണിയൊക്കെ ആയപ്പോ. നല്ല പരിപാടിയാണ്. ഞങ്ങൾ രാവിലെ വന്നിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ല? ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുമ്പോ സീറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് തിരിഞ്ഞോ. ഇവിടെ ഭക്ഷണം കഴിക്കാതെ പോകുന്ന പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുണ്ട്. ഭക്ഷണം കഴിച്ചതാ. എപ്പോഴാ വന്നേ? രാവിലെ വന്നിട്ട് ഇവിടുന്ന് പോകാതെ എങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു? ഇവിടുന്ന് എനിക്ക് പോകാതെ എങ്ങനെ? അതൊക്കെ കഴിച്ചു. ഭക്ഷണം കൊണ്ടുവന്നിനി ഇവിടെ ഇരുന്ന് കഴിച്ചു. പുറത്തുപോയി. എത്ര പരിപാടി ഉണ്ട് ഇപ്പൊ? കുറച്ച് കണ്ടിട്ടുള്ളൂ. മാത്രമേ ഉള്ളൂ? വേറെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയോ? ഇല്ല. പരിപാടികൾ പരിപാടി അടിപൊളി. ഇവിടെ നീറ്റ് പോയ ആൾക്കാരല്ല അവിടെ. പരിപാടി എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. ഉഷാറാണ്. എല്ലാം അടിപൊളിയാണ്. പരിപാടികള് അടിപൊളിയായിട്ട് നടന്നു. അതെ. ഭക്ഷണം പോലും കഴിക്കാതെ ഇവിടെ പ്രധാന വേദിയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ വന്ന ആളുകൾക്ക് ഇവിടെ ഒപ്പന കാണാൻ വേണ്ടി ഇവിടെ സജ്ജായിരിക്കുകയാണ്. കുറച്ച് ഫ്രീക്ക് കുട്ടികൾ. ഓക്കെ, ഫ്രീക്കന്മാരുണ്ട്. ഫോട്ടോ എടുത്ത് പോലെ ഫോട്ടോ എങ്ങനെയുണ്ട്? ഫോട്ടോ എടുപ്പ് മാത്രമുള്ള കലോത്സവം കാണുന്നുണ്ട്? അടിപൊളി. പരിപാടിക്കൊക്കെ എന്താ നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതെ ഉഷാറായിട്ട് പറയൂ. ആ ഫോട്ടോ എടുത്ത വൈബൊന്നും കാണാനല്ലോ. ഫോട്ടോ എടുത്ത വേറെ ലെവലിലോ. അല്ല സ്കൂള് ഏത് സ്കൂളിലാ? എടക്കര. അപ്പൊ ഇന്ന് അവധിയാക്കി.
എങ്ങനെ എങ്ങനെ പകുതിക്കൊന്ന് ലീവാക്കി അല്ലാതെ എന്നും പോയിട്ട് ഇപ്പൊ എന്താ? കുറച്ച് വൈബ് കുട്ടികളെ പരിപാടി പിന്നെ വേണ്ടേ നിങ്ങൾക്ക് പരിപാടി ഉണ്ടായിരുന്നോ? ഇല്ല കാണണം തന്നെ ഒരു ആസ്വാദനമാണ് കണ്ട് ആസ്വദിക്കാം. റിൻഷാദ് നമ്മള് കൈ അടിക്കാൻ ആള് വേണം. ആ അതെ അതെ അതെ. അപ്പൊ ഏതായാലും ഉഷാറാണ്, വൈബാണ്. സെറ്റ് 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 ഉഷാറല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇവരവിടെ നിന്ന് ഓടിപ്പോയതാണല്ലോ. അല്ല അധ്യാപക വിദ്യാർത്ഥികളാ തോന്നുന്നു അല്ലെ? എവിടെ പോണ്? നിങ്ങൾ അധ്യാപക വിദ്യാർത്ഥികളല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിനെങ്ങനെ മടിച്ചു പോന്ന്? ശരിക്കും ആദ്യം നിങ്ങൾക്ക് എന്താ പരിശീലനം തരുന്നത് അറിയോ? ഓഡിയൻസിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കണം. ആ കുട്ടികളെ പഠിപ്പിക്കുക വേണ്ടേ? നിങ്ങൾ ഈ ക്യാമറ കാണുമ്പോൾ ഓടി പോലെ എങ്ങനെയാണ് പരിപാടികൾ? നിങ്ങൾ സ്റ്റേജ് ഡ്യൂട്ടിയാണോ? 6 അപ്പൊ ഒപ്പന കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഇപ്പൊ പുറത്തിറങ്ങണം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഫുഡ് ചെയ്യുമ്പോൾ അവിടെ വിടുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നടക്കണം നടക്കണം. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികള് ഗംഭീരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളാ? പൂർവ്വ വിദ്യാർത്ഥികളാണ്. നമ്മൾ ഇന്നലെ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടിരുന്നല്ലോ. ഇവിടുത്തെ സംഘാടകര് പക്ഷെ ഇത് വേറെ വിഭാഗമാണ്. വേറെ വിഭാഗമാണ്. അതെ. ആ ഓക്കെ. എവിടെ? ഇവര് മൂന്നാള് തന്നെ ഉള്ളൂ. എവിടെയാണ് വരി? ചന്ദ്ര ആയിക്കോട്ടെ. ഏതാണ്? 2006 2007 50-ാം വാർഷികത്തിൽ ഇറങ്ങിയ 2006 2008 2007 2007 ബാച്ചാണ് വേദി സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഇവിടെ സജീവാണോ? അത് ഇന്ന് മാത്രം സജീവം? അല്ലല്ല, ഞങ്ങൾ ഇന്നാണ് വന്നത്. ഓരോരുത്തരെ ഓരോ വഴിയാണ്. അപ്പൊ മത്സരങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? സൂപ്പറാണ്. അതായത് നിങ്ങള് പിന്മുറക്കാരാണ് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നത്? ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നല്ല സജീവമായിട്ട് സ്റ്റേജിൽ അരങ്ങേറിക്കൊണ്ടിരുന്ന ആളാണ്. ഒപ്പനൊക്കെ ഉണ്ടായിരുന്നോ? ഒപ്പന, ഡാൻസ്, നാടകം, പാട്ട് എല്ലാം ഉണ്ടായിരുന്നു. സർവകലാ വല്ലഭികളാണ്. ഷംന ഹംസയുടെ മുൻ തലമുറ. അതെ 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 ശരി. ഹംസാര അറിയില്ല. ഹംസ ഇപ്പൊ നടന്ന സംസ്ഥാന ചലച്ചിത്രമേളയിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്ത ഫെമിനി ഫാത്തിമ കേട്ടിട്ടില്ലേ? മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ ഓരോ പരിപാടി നടക്കട്ടെ. ശരി. അപ്പൊ ഇതാ മാപ്പിളപ്പാട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കാൻ തോന്നുന്നുണ്ടല്ലേ? കാരണം അവിടെ എന്താണ് മാഷിതാമരൊക്കെ തന്നെ പോണേ? ഏയ് ഇവിടെ വരൂ. എങ്ങനെയുണ്ട് മത്സരങ്ങളൊക്കെ? എങ്ങനെയുണ്ട് മാഷ് ട്രോഫി കമ്മിറ്റി ഉണ്ട്? ട്രോഫി കമ്മിറ്റിയാണ്. ഓക്കെ. പന്തൽ കമ്മിറ്റിയിലുണ്ടോ? പന്തൽ കമ്മിറ്റിയിലുണ്ട്. ഇയാളറിയോ? ഇയാള് എനിക്ക് തോന്നുന്നു ഈ കലോത്സവ മേഖലയിലെ ഹിറ്റ് താരാ തോന്നുന്നുണ്ട്. വരുന്നവരും പോണവരൊക്കെ ഏറ്റവും ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. കാരണം എന്താ ഇങ്ങനെ ഒന്ന് ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ അപ്പൊ കണ്ട് ഹലോ ഹലോ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോക്ക് താഴെ കമന്റ് വരുന്നത് അനാൻഷാന്റെ ഉമ്മ അടിപൊളി കൂളിംഗ് ക്ലാസ് ഒക്കെ ഉണ്ട്. അല്ല സന്തോഷം. ഈ പൊടി സഹിക്കാൻ വെയിലും 4 ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്. നമ്മുടെ കലോത്സവം തന്നെയാണ്. ഇപ്പോ ഇതൊരു ജനപ്രിയ ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികളും സ്കൂളിലെ കുട്ടികളോട് മാറ്റിയെടുക്കുന്നുണ്ട്. പോകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ചെറിയ ബ്രേക്ക് കൊടുത്തത് വെള്ളിയാഴ്ച ആയതുകൊണ്ടും ഭക്ഷണത്തിന് വേണ്ടി ചെറിയ ബ്രേക്ക് കൊടുത്താണ്. എന്നാലും കുട്ടികൾ അവിടെ പിന്നെ സ്ഥാനം പിടിച്ചവിടെ ഇരിക്കുന്നുണ്ട്. കാണാം. ഇതവിടെ നല്ല പിങ്ക് കളർ ഇതൊക്കെ നല്ല കളറൊക്കെ ഇട്ടിട്ട് നല്ല താത്തമാരൊക്കെ. താത്തയാണോ ടീച്ചറാണോ? ആരാലും ഒക്കെയാണ്. താത്തയാണ്. വർക്ക് ചെയ്യുന്നില്ല. അത് പഠിച്ചു വീട്ടിലിരിക്കുക. ഓക്കെ. അപ്പൊ പരിപാടി എങ്ങനെയുണ്ട്? പരിപാടി ഞങ്ങൾ ഇപ്പൊ ഒന്ന് വരുന്നേ ഉള്ളൂ കാണാൻ. ചിത്രകാരനെയാണോ? അല്ല, ഞങ്ങള് പുള്ളി നിങ്ങളോ? പരിപാടി കാണാനായിട്ട് വന്നാണോ? ആ ശരി. ഒപ്പന കാണാൻ ഞാൻ പറഞ്ഞത് ഒപ്പന കാണാനും ഫാമിലി ഓഡിയൻസ് ഇറങ്ങുന്ന കരളായി പുള്ളിയിൽ നിന്ന് ഒരു വണ്ടിയൊക്കെ പിടിച്ച് ഈ ബ്ലോക്കൊക്കെ കഴിച്ച് താണ്ടി എത്തണമെങ്കിലും അല്ലേ? അപ്പൊ ഒപ്പനയോട് നല്ല താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചെറുപ്പകാലത്ത് ഒപ്പന കളിച്ചിരുന്നു? കളിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഓർമ്മകളായതുകൊണ്ടുള്ള ശരി ശരി ശരി. ഓക്കെ. പരിപാടി ഇപ്പൊ തുടങ്ങും. ശരി ശരി. പിടിച്ചിരുന്നോളി. ഇപ്പൊ ഹയർ സെക്കൻഡറി മുകളിലാ തോന്നുന്നുണ്ട്. ഇവിടെ UP ഹൈസ്കൂളാണ്. ഓക്കെ. ഹലോ ഹലോ. എന്താണ് ഇവര് മുഖം തിരിഞ്ഞു വന്ന് ക്യാമറ കാണുമ്പോ മുഖല്ലേ? പരിപാടി ഉണ്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം.
ഹലോ, ഇതെന്താണ് തിരിഞ്ഞിരിക്കുന്നത്? എങ്ങനെയുണ്ട് പരിപാടി? പരിപാടിയൊക്കെ കണ്ടോ? ഒപ്പന കണ്ടോ? ഞാൻ കുറച്ച് എങ്ങനെയുണ്ട്? ഉഷാറായിട്ട് കളിക്കും. ആണല്ലേ? എപ്പോ വന്നതാ? 10 മണി ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലേ? ഭക്ഷണം കഴിച്ചു വരും. ഭക്ഷണം കഴിക്കാൻ പോയപ്പോ സീറ്റ് പോയി. അതാ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പോകരുത്. പോകാൻ പാടുള്ളൂ. ഹലോ, ഇവിടെ നല്ല സംസാരത്തിലൊക്കെയാണ്. എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ കണ്ടോ? ഉഗ്രം പരിപാടിയാ. അതെയോ? അതെ. ഭക്ഷണം കഴിച്ചിട്ടില്ല? കഴിച്ചു കഴിച്ചോ? ഇല്ല കഴിച്ചിട്ടില്ല. നിങ്ങൾ കഴിച്ചിട്ടില്ല? എന്താ കഴിക്കാൻ പോകത്തെ? കൂപ്പൺ കിട്ടിയില്ലേ? കിട്ടി. ആ, കഴിച്ചോ? കഴിച്ചിട്ടില്ല. മോശമാവോ? നമ്മളിവിടുത്തെ പരിപാടി മോശമാവില്ലല്ലോ. ഒരിക്കലും മോശമല്ല, ഒരിക്കലും മോശമല്ല. ഓക്കേ. എന്താണ് എങ്ങനെ നിങ്ങളെ സ്കൂളിലെ പരിപാടിയാണ്? നമ്മളെ സ്കൂളത്തെ പരിപാടി മോശം ഒന്നും പറയാൻ പറ്റൂല. ഞങ്ങളൊക്കെ ഈ സ്കൂളിലുള്ളതാണ്. നിങ്ങളൊക്കെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണോ? ഞങ്ങൾ ശശാറിന്റെ അമ്മയാ. അത് ശരി. ഇവിടെ തന്നെ പഠിച്ചതാ. എങ്ങനെയുണ്ട്? ഞാനും പഠിച്ചു, എന്റെ മോനും പഠിച്ചു, മോന്റെ മക്കളും പഠിച്ചു. പാരമ്പര്യങ്ങൾ കുറേ മോനിപ്പോ പ്രിൻസിപ്പാളായി. അതായത് നമ്മുടെ സജി സാറിന്റെ അമ്മയാണ്. ഓക്കെ, അപ്പൊ പരിപാടി കുട്ടികളെ പരിപാടിയൊക്കെ ഗംഭീരാണ്. നല്ല പരിപാടിയാ ഷാജി. ഒപ്പന കണ്ടോണ്ടിരിക്കല്ലേ. എല്ലാം നല്ല പരിപാടിയാ. ഊണ് കഴിച്ചില്ലേ? കഴിച്ചു. കൂപ്പണൊക്കെ കിട്ടി. ഓക്കെ. ഭക്ഷണം എങ്ങനെ ഗംഭീരാണോ? അടിപൊളിയല്ലേ. ഓക്കെ, ശരി. സെക്കൻഡറി സ്കൂളിൽ കലോത്സവങ്ങൾ, അതായത് കലോത്സവം, നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോ കിഴക്കൻ കിഴക്കനാട്ടിലെ പറഞ്ഞോ. കിഴക്കൻ ഏറനാട്ടിലെ ആദ്യത്തെ ഹയർ സെക്കൻഡറി വിദ്യാലയമാണ് MBM ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ ഒരുപാട് തലമുറകൾ പഠിച്ചു പോയി എന്നാണ് പറയുന്നത്. അതിന്റെ അത് കാണാൻ പൂർവ്വ വിദ്യാർത്ഥികളോട് എത്തിയിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ എന്താ വെച്ചാൽ ഇവിടുത്തെ പ്രിൻസിപ്പൽ ഇവിടെ പഠിച്ചാണ്. ഓക്കെ, അതെ. പക്ഷെ പ്രിൻസിപ്പലിന്റെ അമ്മ ഇവിടെ പഠിച്ചാണ്. അതെ, ആ അമ്മേന്റെ ഒപ്പം പഠിച്ച ആളുകളും അവിടെ ഉണ്ട്, നമ്മളെ കണ്ടു. മൊത്തം ആളുകളും വന്നു. അപ്പൊ MBM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ഇങ്ങനെ ഇന്ന് അവസാന ദിവസം 5ാം ദിവസമായി ഇന്ന് പുരോഗമിക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്കും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഏകദേശം വൈകിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് 7 മണിയോടുകൂടി അതായത് ഈ വർഷത്തെ ഉപജില്ലാ കലോത്സവം നിലമ്പൂരിന്റെ മണ്ണിലെ കലോത്സവം ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം 7 മണിയോടുകൂടി തീരും. അപ്പൊ തീർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആരാണ് നമ്മുടെ ഓവറോൾ കപ്പുകൾ കൊണ്ടുവന്നത് ആരാന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നു, ഒഴുകി പോകുന്നു. ജനങ്ങളുടെ ഒരു ബാഹുല്യം തന്നെ ഇന്നത്തെ അവസാന ദിവസം കാണാനാവുന്നുണ്ട്. ഇന്ന് 11 വേദികളിലല്ല, ഇന്ന് 7 വേദികളിലാണ് മത്സരം. 7 വേദികളിലാണ് മത്സരം നടക്കുന്നത്. ഒപ്പന മത്സരം ഒപ്പനയാണ് നടക്കുന്നത്. ഒപ്പന തന്നെയാണ് ഹൈലൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ തേടി കഴിഞ്ഞു. ഏതായാലും കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ക്യാമറ പേഴ്സൺ സ്നേഹ സുരേഷിനൊപ്പം ഞാൻ മുഹമ്മദ് മൻസൂർ, വിനീഷ് കണ്ണൻ. ഓക്കെ.